2 മാസത്തോളം നീണ്ട ഇടവേളയ്ക്ക് ശേഷം കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളം വീണ്ടും സജീവമായി. ഇന്ന് രാവിലെ 8 മണിയോടെ വിമാനത്താവളത്തിന്റെ പ്രവർത്തനം പുനരാരംഭിച്ചു. ജസീറ എയർവേയ്ക്ക് സർവീസ് നടത്തുന്ന ടെർമിനൽ 5-ൽ നിന്നാണ് ആദ്യ വിമാനങ്ങൾ പറന്നുയർന്നത്. 2 മാസത്തോളം നീണ്ടുനിന്ന ഇടവേളയ്ക്ക് ശേഷം കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളം വീണ്ടും സജീവമായിരിക്കുകയാണ്. ഇന്ന് രാവിലെ 8 മണിയോടുകൂടി വിമാനത്താവളത്തിന്റെ പ്രവർത്തനം പുനരാരംഭിച്ചു. ജസീറ എയർവേസ് സർവീസ് നടത്തുന്ന ടെർമിനൽ 5-ൽ നിന്നാണ് ആദ്യ വിമാനങ്ങളും പറന്നുയർന്നത്. രാവിലെ 9 മണിയോടെ തന്നെ കെയ്റോയിലേക്കും ഇസ്താംബൂളിലേക്കും ഉൾപ്പെടെയുള്ള 3 സർവീസുകൾ കൃത്യസമയത്ത് തന്നെ പുറപ്പെട്ടിരുന്നു. കുവൈറ്റ് എയർവേസിന്റെ വിമാനങ്ങൾ ടെർമിനൽ 4-ൽ നിന്നാണ് പ്രവർത്തനം തുടങ്ങിയത്. ആദ്യഘട്ടത്തിൽ മുംബൈ, ഡൽഹി, മനില, കെയ്റോ, അമ്മാൻ എന്നിവിടങ്ങളിലേക്കാണ് സർവീസുകൾ നടക്കുന്നത്. വരും ആഴ്ചകളിൽ ലണ്ടൻ, റിയാദ് തുടങ്ങി 35ഓളം നഗരങ്ങളിലേക്ക് സർവീസുകൾ വ്യാപിപ്പിക്കാൻ തന്നെയാണ് അധികൃതരും ലക്ഷ്യമിടുന്നത്. യാത്രക്കാരുടെ സുരക്ഷയ്ക്കും സൗകര്യത്തിനും മുൻഗണന നൽകിക്കൊണ്ടുള്ള ക്രമീകരണങ്ങളാണ് വിമാനത്താവളത്തിൽ ഒരുക്കിയിരിക്കുന്നത്. വിമാനത്താവളം വീണ്ടും തുറന്നത് കുവൈത്തിലെ ടൂറിസം, വ്യാപാര മേഖലകൾക്ക് പുതിയ ഉണർവ് നൽകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. വരും ആഴ്ചകളിൽ വിമാനങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നതോടെ യാത്രാക്ലേശത്തിന് പരിഹാരമുണ്ടാകും എന്ന പ്രതീക്ഷയിലാണിപ്പോൾ. ഏറ്റവും എടുത്തു പറയേണ്ടത് പ്രവാസികളുടെ ആശ്വാസം തന്നെയാണ്. പ്രവാസികൾക്ക് നാട്ടിലേക്ക് മടങ്ങാനും തിരിച്ചെത്താനും ഫ്ലൈറ്റുകൾ ഉണ്ടായിരിക്കും. ഇന്റർനാഷണൽ ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.